കോട്ടയം കൊല്ലാട് സെൻറ്റ് പോൾസ് പള്ളിയിൽ അവിടെ ഒരു മോഷണം നടന്നു. മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളാണ് പോയത്. അതായത് അവിടുത്തെ പൈപ്പിൻ്റെ ടാപ്പാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് ഏകദേശം ഒരു 20 ടാപ്പ് ഈ മോഷ്ടാവ് അടിച്ചു മാറ്റി. പക്ഷേ മോഷ്ടാവിനുള്ളിൽ ഇനി ദൈവഭയമാണോ എന്നറിയില്ല, പള്ളിയൊക്കെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല. ഈ സ്റ്റീലിൻ്റെ ടാപ്പ് ഊരിയെടുത്ത കള്ളൻ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് ടാപ്പുകൾ അവിടെ ഫിറ്റ് ചെയ്തു. പക്ഷേ ഈ പ്ലാസ്റ്റിക് ടാപ്പുകളാണെങ്കിൽ അത് മാങ്ങാനത്തെ LP സ്കൂളിൽ നിന്ന് മോഷ്ടിച്ചതുമായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് കൊല്ലാട് സെന്റ് പോൾസ് ദേവാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ സ്ഥാപിച്ചിരുന്ന 20 സ്റ്റീൽ ടാപ്പുകൾ മോഷണം പോയത്. സ്റ്റീൽ ടാപ്പുകൾക്ക് പകരം പ്ലാസ്റ്റിക് ടാപ്പുകൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു വ്യത്യസ്തമായ കവർച്ച. ഈ പ്ലാസ്റ്റിക് ടാപ്പുകളിൽ 6 എണ്ണം വെള്ളിയാഴ്ച ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള മാങ്ങാനം സ്കൂളിലെ ടാപ്പുകളാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വ്യത്യസ്തനായ ഈ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് സ്കൂളിലെ ജീവനക്കാർ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ എത്തിയപ്പോഴാണ് ടാപ്പുകൾ മോഷണം പോയതായി കണ്ടെത്തിയത്. തുടർന്ന് സ്കൂൾ അധികൃതർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു. 1000 രൂപ വിലയുള്ള സ്റ്റീൽ ടാപ്പുകളാണ് മോഷ്ടാവ് സുന്ദരമായി കവർന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. എന്തായാലും ദൈവഭയമുള്ള ആളാണെന്നേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം അതുകൊണ്ടാണല്ലോ പള്ളിയിൽ അതിനുള്ള സംവിധാനം, ഒരു മറു സംവിധാനം, സ്റ്റീൽ എടുത്തപ്പോൾ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തത്. പക്ഷേ സ്കൂളുകളോട് ഒട്ടും സ്നേഹമില്ലാത്ത പോയ കള്ളനായിപ്പോയി. അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇത് അടിച്ചു മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഷിനോജ് കൂടുതൽ കാര്യം പറയും. ഷിനോജ്, ഈ കള്ളനെ പൊക്കാനുള്ള നടപടികളൊക്കെ എത്രത്തോളമായി? ഇതൊരു വളരെ വിചിത്രമായ മോഷണ രീതിയാണല്ലോ. പക്ഷേ നമ്മൾ ഒരുപാട് കള്ളന്മാരുടെ വാർത്തകൾ ഇതിനു മുമ്പ് തത്സമയ റിപ്പോർട്ടറിലൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. ലോക്കലിയുള്ള കള്ളന്മാർ മുതൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കള്ളന്മാരുടെ വാർത്തകൾ വരെ നമ്മൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ കള്ളൻ ഒരല്പം വ്യത്യസ്തനാണ്. സ്വർണമോ പണമോ മൊബൈൽ ഫോണോ അങ്ങനെ ഒന്നുമല്ല ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിൻ്റെ ടാപ്പാണ്. ടാപ്പ് മാത്രം, അതായത് വെറും ടാപ്പല്ല, മുന്തീരം ടാപ്പുകൾ മാത്രം ലക്ഷ്യം വെച്ച് അത് മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ് നമ്മളെ കോട്ടയം കൊല്ലാടുള്ള ഈ കള്ളൻ എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ കള്ളൻ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. കൊല്ലാടുള്ള സെൻറ്റ് പോൾസ് ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അവിടെ ഒരു 20ഓളം വരുന്ന സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു. ഈ സ്റ്റീൽ പൈപ്പിന് ഒരു ഏകദേശം 1000 മുതൽ 1300 രൂപ വരെ വില വരും എന്നാണ് നമുക്ക് വിപണിയിൽ നിന്നൊക്കെ ചോദിച്ചുമ്പോൾ മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ ടാപ്പ് ആദ്യം മോഷ്ടിക്കുന്നു. അതിന് പകരം അവിടെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വില കുറഞ്ഞ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതും എന്നിട്ട് ഈ സ്റ്റീൽ പൈപ്പുമായി ഇയാൾ കടന്നു കളയുന്നു. അങ്ങനെയാണ് പോലീസ് അവിടെ എത്തുന്നതും ആദ്യം അന്വേഷണം നടക്കുന്നതും. അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള മാങ്ങാനം സ്കൂളിൽ നിന്ന് ഇതേ കള്ളൻ തന്നെ മോഷ്ടിച്ചു കൊണ്ട് വന്ന പ്ലാസ്റ്റിക് പൈപ്പാണ് എന്ന് പോലീസിന് അറിവ് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് വീണ്ടും അന്വേഷണം നടത്തുന്നു. തുടർന്നാണ് ഈ കള്ളൻ്റേത് ഒരു പതിവാണ്, ഇത്തരത്തിൽ ഇത്തരത്തിൽ ടാപ്പുകൾ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു മോഷണമാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ മാങ്ങാനം പള്ളിയിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. മാങ്ങാനത്തെ ഈ സ്കൂളിലും നേരത്തെ ഒരു തവണ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ പോലീസിനെയൊക്കെ അറിയിച്ച സമയത്ത് അത് ഈ സ്കൂളിലെ പിള്ളേർ വല്ലതും അബദ്ധത്തിൽ എങ്ങനെയെങ്കിലും ചിലപ്പോൾ അവർ വല്ലതും എടുത്തുകൊണ്ട് പോയതാകാം എന്നൊരു മറുപടിയാണ് പോലീസ് നടത്തിയത്. അന്ന് കാര്യമായ രീതിയിൽ അന്വേഷണം നടന്നില്ല. എന്നാൽ ഇപ്പോൾ പോലീസ് തിരയുന്നുണ്ട്. ഈ കള്ളൻ, ഈ ടാപ്പ് മാത്രം ലക്ഷ്യം വെച്ച് ഈ മോഷ്ടിക്കുന്ന കള്ളനെ പോലീസ് ഇപ്പോൾ തിരയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇയാൾ മോഷണം നടത്തുന്നതിനൊപ്പം തന്നെ കാര്യമായ രീതിയിലുള്ള ഈ പ്ലംബിങ്ങിൻ്റെയൊക്കെ പണി അറിയാവുന്നുള്ളൊരു കള്ളൻ കൂടിയാണ്. കാരണം ഇത്ര വളരെ ഗംഭീരമായി ഒരു ശബ്ദവുമില്ലാതെ സമീപത്തെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരെയും അറിയിക്കാത്ത രീതിയിൽ വളരെ നൈസായിട്ടാണ് ഈ പ്ലംബിങ് പണിയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു പ്ലംബർ കൂടിയാണ് ഈ കള്ളനെന്ന് വ്യക്തമാണ്. എന്തായാലും പ്ലംബറായിട്ടുള്ള ഈ കള്ളന് വേണ്ടി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും മികച്ചൊരു പ്ലംബർ അല്ലെങ്കിൽ ആ ജോലി അറിയുന്ന ഒരു കള്ളൻ എന്നാണ്. ഇപ്പോൾ ഇനി ഇത് ആക്രിവിലയ്ക്ക് തൂക്കി വിൽക്കാനാണോ അതോ കവറിലാക്കി കടകളിലേക്ക് പോകാനാണോ? ഇനി ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്ക് അല്ലേ ഇത് ഇങ്ങനെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അതും കൂടെ ബില്ലിൽ എഴുതിയാൽ മതിയല്ലോ, കാശ് കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണോ? നമുക്കറിയില്ല കള്ളൻ്റെ എന്താണ് ഉദ്ദേശം എന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ അല്ലേ. ഇനി കൂടുതലായി ഒരേ രീതിയിലുള്ള പൈപ്പുകൾ ടാപ്പുകളൊക്കെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അങ്ങനെയൊക്കെയാണല്ലോ പോലീസ് അന്വേഷണങ്ങളൊക്കെ പോകുക. എന്തായാലും വിചിത്രം അല്ലെങ്കിൽ വ്യത്യസ്തനായ കള്ളനെ വ്യത്യസ്ത രീതിയിൽ പോലീസ് കണ്ടുപിടിക്കുന്നത് കൂടി നമുക്ക് കാത്തിരിക്കാം.